പുണ്യമാസത്തിലെ പരമപരിശുദ്ധമായ 27-ാം രാവിൽ സത്യവിശ്വാസികളാരും എമ്പുരാൻ കാണരുതേ എന്ന് നമ്മുടെ കുമ്മന ഉസ്താദ് യൂട്യൂബ് വഴിക്ക് ആവശ്യപ്പെട്ട് കാര്യം ഞാൻ നേരത്തെ ഈ പ്ലാറ്റ്ഫോമിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അതെടുക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചില്ല ഇത് ഇത്ര വലിയ കോമഡിയാവും എന്നുള്ളത്. ഏതായാലും കുമ്മന ഉസ്താദ് ഒരു ദീർഘദർശിയാണ്, ക്രാന്തദർശിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഉസ്താദ് പറഞ്ഞേക്കാൾ ഭീകരമായി പോയി എമ്പുരാൻ്റെ തലയിലെടുത്ത്. ഈ പുണ്യ മാസത്തിൽ ഇതുപോലൊരു സിനിമ റിലീസ് ചെയ്യും, സത്യവിശ്വാസികളെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുകയും ചെയ്ത എമ്പുരാൻ്റെ അണിയറ ശില്പികൾ ഇപ്പോൾ റോഡിൽ ഇറങ്ങിടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഗോകുലം ഗോപാലനാണെങ്കിലും നമ്മുടെ ആൻ്റണി പെരുമ്പാവൂരാണെങ്കിലും സൂപ്പർ സ്റ്റാർ മോഹൻലാലാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി സിനിമ സംവിധാനിച്ച പൃഥ്വിരാജ് സുകുമാരനാണെങ്കിലും അവർക്ക് കഴിഞ്ഞ 26-ാം തീയതിയുള്ള മോച്ചായല്ല ഇപ്പോൾ ഉള്ളത്. പാവം ഗോപാലേട്ടൻ്റെ ചിട്ടിക്കമ്പനി തന്നെ പൂട്ടിപ്പോവോ എന്ന അവസ്ഥയാണ് ഇപ്പോൾ അദ്ദേഹത്തെ തുറിച്ചു നോക്കുന്നത്. കാരണം സത്യവിശ്വാസികളും അവിശ്വാസികളും നിരീശ്വരവാദികളും എല്ലാവരും ഈ സിനിമയ്ക്കെതിരായി. ആദ്യം തന്നെ സംഘപരിവാർ ശക്തികളാണ് വാളെടുത്തത്. ഈ സിനിമയിൽ മഹാനായ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് ഒട്ടും അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങളുണ്ടെന്നും അതിപ്രഗത്ഭനായ ആഭ്യന്തരമന്ത്രി അമിത്ഷായെക്കുറിച്ച് കുത്തുവാക്കുകളുണ്ടെന്നും ഈ ഗോദ്രയിലെ ട്രെയിൻ തന്നെ കത്തിയതാണെന്നും അതിനെ തുടർന്ന് മുസ്ലിങ്ങൾക്കെതിരെ നടന്ന കലാപം യഥാർത്ഥത്തിൽ ഉണ്ടായതാണെന്നും എന്നുമൊക്കെ ഈ സിനിമയിൽ പരാമർശിക്കുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നന്ന വെളുപ്പിന് അല്ലേ, പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് എമ്പുരാൻ കാണാൻ കയറിയ സംഘികളെല്ലാവരും ഇളിഭരായി എന്നല്ല ബ്ലീച്ചടിച്ചു എന്ന് പറയാൻ കൂടുതൽ ശരി. കാരണം അവരുദ്ദേശിച്ച സാധനങ്ങളൊന്നുമല്ല ഇതിൽ വന്ന് അവരാഗ്രഹിക്കാത്ത കാര്യങ്ങൾ, അവർ മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമ കുത്തിപ്പൊക്കും. സ്വാഭാവികമായിട്ടും അവർ കോപാകുലരായി അപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴിക്ക് സിനിമയ്ക്കെതിരെ വലിയ പ്രചരണം അഴിച്ചുവിട്ടു, പ്രചണ്ഡമായ പ്രചരണം. അതോടുകൂടി ഇവിടുത്തെ മതേതരവാദികൾ, കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, CPI എല്ലാവരും ആവേശഭരിതരായി. ഇവരെല്ലാവരും തന്നെ പൃഥ്വിരാജ് സുകുമാരനും മോഹൻലാലിനും പിന്തുണ പ്രഖ്യാപിച്ചു, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. മഹാനായ മുഖ്യമന്ത്രി കാരണഭൂതൻ പിണറായി വിജയൻ, രാഖി രാമാനം കമല ടീച്ചറെ കൈയും പിടിച്ച് തിരുവനന്തപുരത്ത് ലുലുവിൽ പോയി എമ്പുരാൻ കണ്ടു. വളരെ മനോഹരമായ സിനിമ. ഈ സിനിമയ്ക്കെതിരെ ആരും ഒരു കാരണവശാലും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തരുത്, എല്ലാ സഖാക്കളും ഈ സിനിമ വിജയിപ്പിക്കണം എന്ന് പുള്ളി ആഹ്വാനം ചെയ്തു. പിറ്റേ ദിവസം നേരമില്ലാത്ത നേരത്ത് നമ്മുടെ ബിനോയ് വിശ്വം ഈ സിനിമയ്ക്ക് പോയി. പക്ഷേ അപ്പോഴത്തേക്കും മോഹൻലാൽ മനസ്സ് മാറ്റി. മോഹൻലാലിൻ്റെ ദൂതനായിട്ട് ആദ്യം മേജർ രവി പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത് മോഹൻലാൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, പുള്ളി അറിഞ്ഞെങ്കിൽ ഇങ്ങനെ ഒരു സിനിമ തന്നെ എടുക്കുമായിരുന്നില്ല, എടുത്തെങ്കിൽ തന്നെ ഈ രംഗത്തിൽ അഭിനയിക്കുമായിരുന്നില്ല, അഭിനയിക്കുമെങ്കിൽ തന്നെ ഇങ്ങനെയല്ല അഭിനയിക്കുക, നരേന്ദ്രമോദിക്ക് അമിത്ഷായ്ക്ക് ജയ് വിളിക്കുന്ന റോളിലെ പുള്ളി അഭിനയിക്കുകയുള്ളൂ. മൂപ്പിൽ അറിഞ്ഞിട്ടേ ഇല്ല, നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് മോഹൻലാൽ. ഇതെങ്ങനെ ഈ സിനിമ സംഭവിച്ചുവെന്ന് പുള്ളിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പുള്ളി വളരെ ഖിന്നനാണ് എന്ന് പറഞ്ഞു. അതിന് പുറകെ മോഹൻലാൽ തന്നെ രംഗത്ത് വന്നു. മാന്യ മഹാജനങ്ങളെ, ആരെങ്കിലും വേദനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചില്ല. എന്നെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ പിൻബലം, നിങ്ങളുടെ സ്നേഹമാണ്, നിങ്ങളുടെ പിന്തുണയാണ് എന്നെ നിലനിർത്തുന്നത്. അതുകൊണ്ട് മാഫ് കീജിയെ, ചെയ്യരുതാത്തത് ചെയ്തവരെങ്കിലും ഈ എന്നെ തള്ളല്ലേ നാട്ടുകാർ എന്ന് പുള്ളി ആവശ്യപ്പെട്ടു. അതുകൊണ്ട് സംഘികൾക്ക് ചെറിയൊരു സമാധാനമായി. ഇപ്പോഴും ശരിക്കും സമാധാനമായിട്ടില്ല. ഇങ്ങനൊരു സിനിമ എടുത്തല്ലോ, ഇതെടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം അന്തരീക്ഷത്തിൽ ഇപ്പോഴും മാറ്റലും കൊള്ളുന്നു. ആകെ മൊത്തം പുകിലായി പൂക്കാറായി. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഒരു സിനിമ എടുക്കുന്നു, പിന്നീട് പിറ്റേ ദിവസം അതിൻ്റെ നിർമ്മാതാവും സംവിധായകനൊക്കെ വന്ന് മാപ്പ് പറയുന്നു. ഇങ്ങനെ സിനിമ എടുത്ത് തെറ്റായി പോയി തോന്നുന്നു, ഇതിലെ രംഗങ്ങൾ മാറ്റാൻ തയ്യാറാണെന്ന് തോന്നുന്നു. 17 വെട്ട് വെട്ടാൻ തീരുമാനിച്ചു. ഇവിടെ TP ചന്ദ്രശേഖരൻ 51 വെട്ട് വെട്ടി എന്ന് പറഞ്ഞ പോലെ 17 വെട്ട് വെട്ടി എമ്പുരാനെ വെളുപ്പിക്കാൻ തീരുമാനിച്ചു. ഇനി ഗോദ്രയിൽ ട്രെയിൻ കത്തുന്ന രംഗം ഉണ്ടാവില്ല, ഹിന്ദു മുസ്ലിം ആളെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ശൂലം കൊണ്ട് ഗർഭിണിയുടെ കുടൽ കുത്തിമുറിക്കുന്ന രംഗം ഉണ്ടാവില്ല. പിന്നെ പ്രധാന വില്ലൻ്റെ പേര് മാറ്റും, പേര് മാറ്റി വേറെ എന്തെങ്കിലും പേരാക്കും. പേര് മാറ്റിൽ പണ്ട് ഉണ്ടായിട്ടുണ്ട്. പണ്ട് പുലിക്കോടൻ എന്ന് പേരുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥരെ മോഹൻലാലിൻ്റെ സ്ഫാടികം എന്ന സിനിമയിൽ അവതരിപ്പിച്ചു. പിന്നെ ആ പേര് മാറ്റണമെന്ന് പറഞ്ഞ് സാക്ഷാൽ പുലിക്കോടൻ കേസിന് പോയി. അപ്പോൾ ഇവർ പേര് മാറ്റി. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇത്ര വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഈ ഇവിടെ ഹിന്ദു അഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ശക്തമാക്കുന്ന, അല്ലെങ്കിൽ സംഘപരിവാറും മറ്റ് പരിവാറുകളും തമ്മിലുള്ള തർക്കം രൂക്ഷമാക്കുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മോഹൻലാൽ മാപ്പ് പറഞ്ഞുകൂടി ആദ്യം അദ്ദേഹത്തെ സ്തുതിച്ച എല്ലാ മതേതര പുരോഗമന ശക്തികളും ഇപ്പോൾ അദ്ദേഹത്തെ തള്ളിപ്പറയണം. മോഹൻലാലിൻ്റെ നട്ടലിൻ്റെ സ്ഥലത്ത് വാഴപ്പിടിയാണ്. ഇദ്ദേഹത്തിന് ഇടത്തോട്ടൊരു ചെരിവ് പണ്ടേ ഉള്ളതാണ്, പക്ഷേ വലത്തോട്ടേക്കുള്ള ചെരിവ് സമീപകാലത്തുണ്ടായതാണ്. എന്നൊക്കെ പറഞ്ഞ് പുള്ളിയെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിങ്ങനെ കുപ്പിച്ചാടിയ പല്ലിയുടെ പോലെ
ആകെ ഷൾഗഭീതിയിലായിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ അറിയില്ല. പത്മവിഭൂഷൺ തിരിച്ചെടുക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നുണ്ട്. അതുപോരാ, ഇയാളെ കഴുതപ്പുറത്ത് കയറ്റി നാട് കടത്തണം എന്ന് വേറൊരു ആവശ്യം തോന്നുന്നുണ്ട്. എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് ടെറിട്ടോറിയൽ ആർമിയിൽ പുള്ളിയെ ലെഫ്റ്റനൻറ്റ് കേണറായിട്ട് പണ്ട് AK ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്ന സമയത്ത് ചെയ്ത് പുള്ളിക്ക് ഒരു സ്ഥാനം പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അസംബന്ധം വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അതുപോലെ ചോദിക്കുന്നതാണ്. ഇദ്ദേഹം എന്തിനാണ് ടെറിട്ടോറിയൽ ആർമിയിൽ അദ്ദേഹത്തെ ലെഫ്റ്റനൻറ്റ് കേണറലായിട്ട് നിയമിച്ചത് എന്ന് ചോദിച്ചാൽ, പുള്ളി ഏതൊക്കെയോ സിനിമകളിലും പട്ടാളക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പോലും. അപ്പോൾ സ്ഥിരമായിട്ട് കള്ളവാറ്റുകാരനായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് എക്സൈസ് വകുപ്പ് ഇതുപോലെ വല്ല പദവി പതിച്ചു കൊടുക്കും. ഇനി പോലീസ് വേഷത്തിൽ അഭിനയിക്കുന്ന ആൾക്ക് പോലീസിൽ DIG ആയിട്ട് ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കും എന്നൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം AK ആന്റണിക്ക് എന്ത് മണ്ടത്തരവും ചെയ്യാം. നമ്മുടെ നാട്ടിൽ ചാരായ ഷാപ്പ് നിർവഹിച്ച പുള്ളിയാണ്. ചോദിച്ചവർക്ക് എല്ലാവർക്കും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും കോളേജ് തുടങ്ങാനായിട്ട് അനുവാദം കൊടുത്തത് പുള്ളിയാണ്. അതുപോലെ പല പല വിഡിത്തങ്ങൾ ചെയ്താണ് ആന്റണി ഈ നിലയിലെത്തിയത്. അപ്പോൾ ടെറിട്ടോറിയൽ ആർമിയിൽ ഇദ്ദേഹത്തെ ലെഫ്റ്റനൻറ്റ് കേണറലാക്കിയതും അതുപോലത്തെ ഒരു അസംബന്ധമാണ്. ഇതൊരു ആലങ്കാരികമായ പദവിയാണ്. പുള്ളിക്ക് വല്ലപ്പോഴൊക്കെ ഈ മിലിറ്ററി യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കാൻ എന്നല്ലാണ്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഒരാളുടെ ഈ കൊടുത്ത പദവി തിരിച്ചെടുത്തിട്ട് എന്ത് കിട്ടാൻ? ആ പദവി തന്നെ ആലങ്കാരികമാണ്. ഇത് ഇവിടെ എറണാകുളത്ത് പണ്ടൊരു ആശുപത്രിയുടെ മുമ്പിൽ ഈ നേഴ്സുമാർ സമരം ചെയ്തപ്പോൾ, നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്, പിറവ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ആശുപത്രിയുടെ പണിക്ക് വലിയ സമരം നടക്കുക. കൊച്ചി നഗരപ്രാന്തത്തിലാണ് ഈ ആശുപത്രി. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പഞ്ചനക്ഷത്ര ആശുപത്രിയാണ്. അതിൻ്റെ പണിക്ക് ഈ ജീവനക്കാർ, നേഴ്സുമാരടക്കമുള്ള ആശുപത്രി ജീവനക്കാർ സമരം ചെയ്യണം. അവരുടെ ആവശ്യം വളരെ നിസ്സാരമാണ്. മിനിമം ബേസ് നടപ്പാക്കണം എന്നുള്ളതാണ്. ആശുപത്രി ഗംഭീരമാണെങ്കിലും മിനിമം ബേസ് അടക്കമുള്ള ഈ സ്റ്റാറ്റ്യൂട്ടറി ബെനിഫിറ്റ്സ് തൊഴിലാളികൾക്ക് കൊടുക്കുന്നില്ല. തൊഴിലാളികൾ അത്ര സമരം ചെയ്തിട്ടും മുതലാളി വഴക്കുന്നില്ല. മുതലാളി വലിയ പ്രമാണിയാണ്, വലിയ ദാനധർമ്മിഷ്ഠനാണ്, മഹാനായ വ്യക്തിയാണ്. എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് സ്തുതി മാത്രമേ പറയുള്ളൂ. അവസാനം തൊഴിലാളികൾ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ഇന്ത്യ ഗവൺമെൻറ് പുള്ളിക്ക് പണ്ടൊരു പത്മശ്രീ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത പത്മശ്രീ തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് രാഷ്ട്രപതിക്ക് ഫാക്സ് അയച്ചു. അപ്പോൾ ഈ കൊടുത്ത പത്മശ്രീ തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന് നമുക്കറിയാം. പക്ഷേ മുതലാളിക്ക് ഇതറിയില്ല. മുതലാളി ഉടനെ തന്നെ മുട്ടുകുത്തുകയും തൊഴിലാളികളുടെ ആവശ്യങ്ങൾ മുഴുവനല്ല എങ്കിൽ പോലും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. അതുപോലെ ടെറിട്ടോറിയൽ ആർമിയിൽ നിന്ന് പുള്ളിയെ പിരിച്ചുവിടണം എന്ന റെസൊല്യൂഷൻ പാസ്സാക്കിയപ്പോഴാണ് മോഹൻലാലിന് സൽബുദ്ധി ഉദിച്ചത് എന്നാണ് കേൾക്കുന്നത്. ഏതായാലും ടെറിട്ടോറിയൽ ആർമി തന്നെ തമാശയാണ്. അതിനെ ലെഫ്റ്റനൻറ്റ് കേണൽ എന്ന് പറഞ്ഞാൽ അതിലും വലിയ തമാശയാണ്. ഇതാകെ മൊത്തം ടോട്ടൽ കോമഡിയാണ്. അങ്ങനെ നിരവധി കോമഡികൾ കാണാൻ ഈ മലയാളികളുടെ ജീവിതം പിന്നെ ബാക്കി എന്നല്ലാതെ എന്ത് പറയാനാണ്. ഏതായാലും ഇതുപോലുള്ള തമാശകൾ ഇല്ലെങ്കിൽ മനുഷ്യ ജന്മം തന്നെ വളരെ ബോറായി പോകും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എമ്പുരാൻ ഇനിയും കൂടുതൽ കോമഡികൾ ഉണ്ടാക്കട്ടെ. ഭാവി തലമുറകൾ ഇതിനെപ്പറ്റി പറഞ്ഞ് തലയറിഞ്ഞ് ചിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. എമ്പുരാൻ 100 ദിവസമല്ല 101 ദിവസം ഓടട്ടെ എന്ന് ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.